തിരുവനന്തപുരം മലയൻകീഴിന് സമീപത്തായിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. ടോട്ടലായിട്ട് 5 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മലയൻകീഴിൽ നിന്ന് ഏകദേശം 2.25 കിലോമീറ്റർ മാറി കുരുവിൻ മുകൾ ജംഗ്ഷന് സമീപത്തായിട്ടാണ്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ മലയൻകീഴിൽ നിന്ന് വരുമ്പോഴത്തേക്കും മച്ചയിൽ വരിക, അതായത് മലയൻകീഴിൽ നിന്ന് പ്രാവശ്യമ്പലം പോകുന്ന റോഡിൽ മച്ചയിൽ ജംഗ്ഷൻ, അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും കുരുവിൻ മുകൾ ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 500 മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി. ടോട്ടലായിട്ട് 5 സെന്റിൽ വീട് വന്നിട്ട് ഇതുപോലെ ഒരു കോർണറിലേക്ക് ആക്കിയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തായിട്ട് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് പിള്ളേർക്കൊക്കെ ഒന്ന് കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ഗേറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറത്തായിട്ടാണ് നമ്മുടെ കിണർ വരുന്നത്. പിൻവശത്തായിട്ട് നമ്മുടെ തുണി നനയ്ക്കാനുള്ള കല്ലും സൗകര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമുക്ക് കമ്പാരിറ്റീവ്ലി ഒരു ലോ ബഡ്ജറ്റ് വീടാണ്. ഇപ്പോൾ സിറ്റിയിലൊക്കെ എല്ലാവരും നമ്മളടുത്ത് 60 രൂപ 70 രൂപയ്ക്കൊക്കെ വീടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എന്നിട്ട് ആവശ്യം പറയുമ്പോഴത്തേക്കും 5 സെന്റ് 6 സെന്റ് വേണമെന്നും പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ വാങ്ങാൻ പറ്റത്തില്ല. സിറ്റിയിൽ നിന്ന് കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റിന് ഇതുപോലുള്ള നീറ്റായിട്ടുള്ള വീടുകൾ വാങ്ങിയെടുക്കാവുന്നതാണ്. ഈ കാണുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ഒരു സാധാരണഗതിയിൽ കാണുന്ന ഒരു ലോ ബഡ്ജറ്റ് വീട്ടിലുള്ളതിനേക്കാളും അലങ്കാര പണികൾ ഒത്തിരി അധികം ചെയ്തിട്ടുമുണ്ട് കേട്ടോ. സീലിങ്ങിലായാലും ഈ കാണുന്ന പോലെ വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. അടിയിലേക്കെല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചൺ വരുന്നത് ഇതുപോലൊരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. കിച്ചണിൽ ഫുള്ളായിട്ട് നമുക്കിതുപോലെ സ്ലാബ് ചെയ്തിട്ടാണ് അടച്ചിട്ടെടുത്തിട്ടുള്ളത്. അതിപ്പോൾ മേളിലായാലും ഈ താഴെ കാണുന്ന ഭാഗത്തായാലും സ്ലാബ് ചെയ്തിട്ട് അടച്ചിട്ടെടുത്തിരിക്കുവാണ്. ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിലായാലും അതുപോലെ ഒരു സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് അടച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പിൻവശത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ സ്പേസും ഉണ്ട്. നമ്മുടെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. എല്ലാ റൂമുകളിലും ഈ കാണുന്നത് പോലെ ഒരു 3 വളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറ പോലുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ്, പിന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് ആണുള്ളത്. ഈ ഒരു സ്പേസിലും വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മുടെ ഈ ഒരു ഓപ്പൺ ടെറസിലും വാഷിംഗ് മെഷീനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് പുറത്ത് വെക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ വീടിനകത്ത് തന്നെ കീപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതേ കണക്കുള്ള സെയിം ആയിട്ടുള്ള 2 ബെഡ്റൂംസ് തന്നെയാണ് മേളത്തെ നിലയിലും വരുന്നത്. ബെഡ്റൂമിലെല്ലാം തന്നെ ഇതുപോലെ 3 പാളിയിലെ കബോർഡും കാണാൻ സാധിക്കും. അത് നമ്മുടെ 3 ബെഡ്റൂമുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സിമിലർ ആണ്. സെറ പോലുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് മുൻവശത്തേക്ക് ഒരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട്. ഈ ബാൽക്കണി എന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ അടുത്തൊക്കെ ഇനിയും വേറെ പ്ലോട്ടുകൾ ഇതുപോലെ തിരിച്ചിട്ടിരിക്കുകയാണ്. അതിലൊക്കെ ഉടനെ വീടുകൾ വരുന്നുണ്ടാവും. ചുറ്റുവട്ടത്തെല്ലാം വീടുകളുള്ള ലൊക്കേഷനാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ. മലയൻകീഴ് ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ചൊരു 2-2.25 കിലോമീറ്റർ ആ രീതിയിൽ ഡിസ്റ്റൻസ് വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഉദ്ദേശിക്കുന്ന വില ഇപ്പോൾ ടോട്ടലായിട്ട്, അതായത് 5 സെന്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റ് വീടും കൂടെ ഉദ്ദേശിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. അത് നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്.